ഉച്ചയ്ക്ക് 1:30-ക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ടീം നിതിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അച്ഛന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്തതിന് ശേഷം 7:30 മണി കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇവിടെ നിന്നും മടങ്ങിയത്. അതായത് 6 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ്. ഇതിൽ നിതിന്റെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മയുടെ മൊഴി രേഖപ്പെടുത്താത്തത്. നിതിൻ കോളേജിൽ അനുഭവപ്പെട്ട ദുരനുഭവങ്ങളെപ്പറ്റി നിതിന്റെ സഹോദരിമാരും അച്ഛനും കുടുംബാംഗങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തോട് വിശദീകരിക്കുകയാണ് ഉണ്ടായത്. അന്വേഷണ സംഘം നിതിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്താണ് നിതിന്റെ സഹപാഠികളുടെ വരവ്. നിതിനൊപ്പം പഠിക്കുന്ന ആർച്ചയും സീനിയർ വിദ്യാർത്ഥിയായ കീർത്തിയുമാണ് നിതിന്റെ വീട്ടിലേക്ക് എത്തിയത്. നിതിന്റെ അച്ഛനെയും അമ്മയെയും കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് അവർ സംസാരിച്ചു. റാം എന്ന അധ്യാപകനെ പറ്റി ഒരു നല്ല വാക്കുപോലും പറയാൻ ഈ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നില്ല. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിന്റെ. ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടുപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെ ചോദിക്കണം. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പേടിച്ചിട്ടാ കംപ്ലൈൻറ്റ് ചെയ്യാത്ത. സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു മൃഗവാത് സാറല്ല അത്. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. എനിക്ക് രാത്രി ഉറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ട് ഇരുന്നിട്ട്. ഇപ്പോൾ ഞാൻ സീനിയറാണ്. അപ്പോൾ ഞങ്ങൾ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റിൽ നിന്ന് സംസാരിച്ച ശാലവും അവരുടെ ബാച്ചൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. ഈ കേസിന്റെ അന്വേഷണം പോലീസ് വഴിതിരിച്ച് വിടുന്നുണ്ടോ എന്നൊരു ആശങ്ക കുടുംബാംഗങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ DGPക്ക് നേരിട്ട് കണ്ട് പരാതി നൽകാൻ പോയത്. DGPക്ക് പരാതി നൽകിയതിനു ശേഷം നിതിന്റെ സഹോദരിയുടെ ഭർത്താവും ഒപ്പം തന്നെ MLA സ്റ്റീഫൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണം അല്പം ഗൗരവമുള്ളതാണ്. കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു പരാതിയാണ് നമ്മളവിടെ സമർപ്പിച്ചത്. ഞാൻ ഇൻക്വസ്റ്റ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് പാടുകളൊക്കെ ഞാൻ ശരീരത്തിൽ കണ്ടിരുന്നു. ഈ ചെറിയ ഈ കമ്പി കൊണ്ട് കുത്തിയ രീതിയിലുള്ള ഒരു ചെറിയ പാടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം നിതിൻ കോളേജിൽ നേരിട്ട അധിക്ഷേപങ്ങളെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട്. അതിനിടെയാണ് 2 വിദ്യാർത്ഥികൾ നിതിന്റെ മോശം അനുഭവങ്ങളും ഒപ്പം തന്നെ റാം എന്ന അധ്യാപകനെതിരെയുള്ള വിമർശനങ്ങളുമായി ഉന്നയിച്ച് രംഗത്തെത്തിയത്. കൂടുതൽ പേർ റാം എന്ന അധ്യാപകന്റെ മോശം പ്രവർത്തികൾ തുറന്നു പറയാൻ തയ്യാറാകുകയാണെങ്കിൽ അതും ഈ കേസിൽ നിർണായകമാകും. നെല്ലൈ മുരുകനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.